നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ചിലർ പറയാറുണ്ട്, കണ്ടതേ ഞാൻ വിശ്വസിക്കൂ എന്ന്. ശാസ്ത്രബോധമുണ്ടെന്നും യുക്തിവാദിയാണെന്നും മേനി പറയുന്നതിനാണ് ഇത്തരം അഭിപ്രായം. ഈശ്വര നിഷേധത്തിനാണ് ഇങ്ങനെ പറയുന്നത്. കണ്ടതേ വിശ്വസിക്കൂ എന്നത് തന്നെ യുക്തിക്ക് നിരക്കാത്തതാണ്. കണ്ടറിഞ്ഞാൽ പിന്നെ വിശ്വസിക്കുന്നതെന്തിനാണ്? വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പില്ല എന്നാണ് അർത്ഥം. ഇത് സ്വർണ്ണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണോ എന്നുറപ്പില്ല എന്നർത്ഥം. ഉറപ്പുണ്ടെങ്കിൽ ഇത് സ്വർണ്ണമാണ് എന്നല്ലേ പറയേണ്ടതുള്ളൂ. ഇത് പൂവാണ്, ഇത് പുസ്തകമാണ്, ഇത് ഈശ്വരനാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വിജയിച്ചു. അറിവില്ലായ്മയാണ് വിശ്വാസം, അറിവാകട്ടെ ഈശ്വരനും. വിശ്വാസിയാകാനല്ല നാം പ്രാർത്ഥിക്കേണ്ടത്, തിരിച്ചറിവ് നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ബുദ്ധിയുടെ അഹങ്കാരം പോയാലേ ഈശ്വരനെ അറിയാൻ കഴിയൂ. ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നതല്ല അത്. ബുദ്ധിക്ക് മേലെ പോകണം, അഥവാ ബുദ്ധിയെ അടക്കി നിർത്തണം, നിശ്ചലമാക്കണം. ബുദ്ധി എപ്പോൾ അചഞ്ചലവും ധ്യാനത്തിൽ ഉറച്ചതുമായി തീരുന്നുവോ അപ്പോഴേ ഈശ്വരപ്രാപ്തി ഉണ്ടാകൂ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. അംഭോജോദ്ഭവൻ തപശക്തി കൊണ്ടാദികാലേ അംഭസാപുരം നിർമ്മിച്ചിടിനോരനന്തരം സൃഷ്ടിച്ചാൻ ചിലരെ അന്നേരത്തു തൊഴുതവർ സൃഷ്ടികർത്താവിനോടു ചോദിച്ചാർ, ഞങ്ങൾക്കെല്ലാം പൈതാഹാദികൾ തീർപ്പാനെന്തു സാധനം എന്നു ജാതസംഭ്രമത്തോടു ചോദിച്ചോരനന്തരം മന്ദഹാസവും പൂണ്ടു രക്ഷ്യതാമെന്നു ചൊന്നാൻ. മന്ദന്മാരതു കേട്ടു രക്ഷ്യാമോ വയമെന്നാർ. എന്നതിൽ ചിലരപ്പോൾ രക്ഷ്യാമോ വയമെന്നാർ. അർണോജാസനപ്പോൾ അവരോടരുൾ ചെയ്താൻ, എന്നോടു നിങ്ങളിദ്ധം ചൊന്ന കാരണത്തിനാൽ രക്ഷോജാതികൾ നിങ്ങൾ അന്യന്മാരെല്ലാം ഇനി യക്ഷന്മാരെന്നുമരുൾ ചെയ്തിതു രണ്ടുവിധം. രക്ഷോജാതികളിൽ വെച്ചുത്തമന്മാരായി വന്നാരക്കാലം ഹേതിയെന്നും മറ്റേവൻ പ്രഹേതിയും. ജ്യേഷ്ഠനായുള്ള ഹേതി കാലൻ തൻ ഭഗിനിയെ വേട്ടിതു
ഗൃഹസ്ഥധർമ്മത്തെ രക്ഷിപ്പാനായി ബ്രഹ്മചര്യത്തോടിരുന്നീടിനാൻ പ്രഹേതിയും. സന്ധ്യാദീപം അടുത്തതായി രാമായണ ദർശനം. ബ്രഹ്മാവ് തൻ്റെ തപശക്തി കൊണ്ട് ജലരാശിയും തുടർന്ന് ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. തങ്ങൾ എന്തു ഭക്ഷിക്കുമെന്ന ചോദ്യത്തിന് യജ്ഞം ചെയ്യാൻ ബ്രഹ്മാവ് അവരോട് പറഞ്ഞു. തുടർന്ന് ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളിൽ ഒരു വിഭാഗം രക്ഷോജാതികളായി തീരും, രണ്ടാം വിഭാഗമാകട്ടെ യക്ഷന്മാരുമായി തീരും. തുടർന്നുള്ള ഭാഗം രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് കേൾക്കാം. പൂർവകാലത്ത് ഉണ്ടായ രാക്ഷസന്മാരെക്കുറിച്ചും അവർ ആദിനാരായണനാൽ വധിക്കപ്പെട്ടതിനെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ജിജ്ഞാസുവായി ശ്രീരാമൻ ചോദ്യം ചെയ്തു. അതിന് മറുപടി പറയുകയാണ് അഗസ്ത്യ മഹർഷി. അംഭോജോദ്ഭവൻ തപശക്തി കൊണ്ടാദികാലേ അംഭസാം പൂരം നിർമ്മിച്ചിടിനോരനന്തരം സൃഷ്ടിച്ചാൻ ചിലരെ അന്നേരത്തു തൊഴുതവർ സൃഷ്ടികർത്താവിനോടു ചോദിച്ചാർ ഞങ്ങൾക്കെല്ലാം പൈതാഹാദികൾ തീർപ്പാനെന്തു സാധനമെന്നു ജാതസംഭ്രമത്തോടു ചോദിച്ചോരനന്തരം മന്ദഹാസവും പുണ്ടു യക്ഷ്യതാമെന്നു ചൊന്നാൻ മന്ദന്മാരതു കേട്ടു രക്ഷ്യാമോ വയമെന്നാർ എന്നതിൽ ചിലരപ്പോൾ യക്ഷ്യാമോ വയമെന്നാർ അർണോജാസനപ്പോൾ അവരോടരുൾ ചെയ്താൻ. ബ്രഹ്മദേവൻ തപശക്തി കൊണ്ട്, തൻ്റെ പ്രഭാവം കൊണ്ട്, അഥവാ സൃഷ്ടിവിഷയകമായ അറിവും ഉപാസനയും ചേർന്ന ബലം കൊണ്ട് എന്നൊക്കെ അർത്ഥം, അംബസാം പൂരം നിർമ്മിച്ചു. പൂരം കൂട്ടം, അംബസ് ജലം, ജലരാശിയെ നിർമ്മിച്ചു. അനന്തരം ജലരാശിക്ക് അനന്തരം പല ജീവരാശികളെയും സൃഷ്ടിച്ചു. ഈ ഭാഗത്തൊക്കെ സാമാന്യം വിസ്തൃതമായി വാൽമീകീയ രാമായണത്തെ തന്നെയാണ് കിളിപ്പാട്ടുകാരൻ അനുവർത്തിക്കുന്നത്. അധ്യാത്മരാമായണം മൂലത്തിലുള്ളതിനേക്കാൾ വിസ്തൃതമായിട്ട്. എന്നാൽ വാൽമീകീയത്തിൻ്റെ അത്ര വിസ്തൃതമല്ലാത്തൊരു ശൈലിയാണ് കിളിപ്പാട്ടിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ ചരിത്രം, വിവിധ കഥകൾ വിസ്തരിച്ച് പറയുകയാണ്. ഞങ്ങൾക്ക് വിശപ്പും ദാഹവും തീർക്കാൻ എന്താണ് സാധനം? ഇപ്രകാരം അവർ ബ്രഹ്മാവിനോട് ചോദിച്ചു. അങ്ങനെ സംഭ്രമത്തോടുകൂടി അവർ ചോദിച്ച സമയത്ത് വളരെ മന്ദഹാസത്തോടുകൂടി യക്ഷ്യതാം, നിങ്ങൾ യജ്ഞം ചെയ്താലും എന്ന് ബ്രഹ്മാവ് അവരോട് പറഞ്ഞു. മന്ദന്മാരായ അവരാകട്ടെ ഉടനെ തന്നെ ബ്രഹ്മാവിനോട് രക്ഷ്യാമഹ വയം എന്ന് മറുപടി പറഞ്ഞു. മറ്റു ചിലരാകട്ടെ യക്ഷ്യാമഹ വയം എന്നും പറഞ്ഞു. ഇവിടെ മൂലത്തിൽ നമ്മൾ കാണുന്നത് രക്ഷാമഹ എന്നൊരു കൂട്ടരും ജക്ഷാമഹ എന്ന് വേറൊരു കൂട്ടരും പറഞ്ഞു എന്നാണ്. അവിടെ അർത്ഥമുള്ളൂ. അർത്ഥപൂർണത അപ്രകാരം പറയുമ്പോഴേ ഉള്ളൂ. താല്പര്യം ഞങ്ങൾ രക്ഷിച്ചു കൊള്ളാം, ഞങ്ങൾ ഭക്ഷിച്ചു കൊള്ളാം എന്നിങ്ങനെ അവർ പറഞ്ഞു. അപ്പം ഇങ്ങനെ പറഞ്ഞ സമയത്ത് ബ്രഹ്മാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ഇപ്രകാരം പറഞ്ഞല്ലോ, അതുകൊണ്ട് നിങ്ങളിൽ ഒരു ജാതി രക്ഷോജാതികളായിത്തീരും, രണ്ടാം വിഭാഗമാകട്ടെ യക്ഷന്മാരുമായി തീരും. ഇത് കഥയാണെങ്കിലും ആ കഥയുടെ സന്ദേശം നിങ്ങളെല്ലാം യജ്ഞം കൊണ്ട് സ്വയം പാലിച്ചാലും എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. എന്നാൽ അതിന് മറുപടിയായി ബ്രഹ്മാവിനെ നോക്കിക്കൊണ്ട് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളാം എന്നൊരു കൂട്ടർ, ഞങ്ങൾ ഭക്ഷിച്ചു കൊള്ളാമെന്ന് മറുകൂട്ടരും.
അഥവാ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വിശപ്പും ദാഹവും തീർക്കാൻ എന്താണ് മാർഗമെന്നവർ ബ്രഹ്മാവിനോട് ചോദിക്കേണ്ടതില്ലായിരുന്നു. ചോദിച്ചു, യജ്ഞം ചെയ്യാൻ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ മന്ദബുദ്ധിത്വം കൊണ്ട്, കേട്ടാശയം വ്യക്തമാകാത്തത് കൊണ്ടും പ്രതികരണം എങ്ങനെ വേണമെന്ന് അറിയാത്തത് കൊണ്ടും അവരബദ്ധം പറയുകയാണ്. അങ്ങനെ യക്ഷസ്സുകളെന്നും രക്ഷസ്സുകളെന്നും രണ്ട് വിഭാഗം ഉത്പന്നരായി. രക്ഷോ ജാതികളിൽ വെച്ചുത്തമന്മാരായി വന്നാരക്കാലം ഹേതി എന്നു മറ്റേവൻ പ്രഹേദിയും. ജ്യേഷ്ഠനായുള്ള ഹേതി കാലൻ തൻ ഭഗിനിയെ വേട്ടിതു ഗൃഹസ്ഥധർമ്മത്തെ രക്ഷിപ്പാനായി. ബ്രഹ്മചര്യത്തോടിരുന്നേടിനാൻ പ്രഹേദിയും, നിർമ്മലനായ ഹേതിക്കുണ്ടായി തനയനും. ആ രക്ഷസുകളിൽ വളരെ ഉത്തമന്മാരായി അക്കാലം 2 പേർ സംഭവിച്ചു. ഹേതി, പ്രഹേതി എന്നായിരുന്നു അവർ 2 പേരുടെയും പേരുകൾ. അതിൽ ജ്യേഷ്ഠനായ ഹേതി ഗൃഹസ്ഥാശ്രമധർമ്മം പാലിക്കാൻ നിശ്ചയിച്ചു. പ്രഹേതിയാകട്ടെ നിഷ്ഠാപൂർവമായി ബ്രഹ്മചര്യത്തിൽ ജീവിക്കാനും തീരുമാനിച്ചു. ഹേതി കാലൻ്റെ സഹോദരിയെ വിവാഹം ചെയ്തു. പ്രഹേതി ബ്രഹ്മചര്യനിഷ്ഠയിലും കഴിഞ്ഞു. അങ്ങനെ കഴിയുന്ന കാലത്ത് നിർമ്മലനായ ഹേതിക്കുണ്ടായി തനയനും. വിദ്യുത്കേശാഖ്യൻ അവനെത്രയും ഗുണവാനായി. ഉദ്യോത ശരീരനായി വർത്തിച്ചീടിന കാലം. സുന്ദരി സാലകടങ്കടയാം നാമം പൂണ്ട സന്ധ്യാനന്ദന തന്നെ കൈക്കൊണ്ടാൻ കുതൂഹലാൽ. ഹേതിക്ക് കാലം കൊണ്ട് പുത്രനുണ്ടായി. ആ പുത്രന് വിദ്യുത്കേശൻ എന്നായിരുന്നു പേര്. ഗുണവാനായി വലിയ ശോഭയോടൊത്ത ശരീരത്തോടു കൂടി വിദ്യുത്കേശൻ വസിച്ചു വന്നു. ആ കാലത്ത് ശാലകടങ്കട എന്നു പേരുള്ള അതീവ സുന്ദരി സന്ധ്യയുടെ പുത്രിയാണവൾ. സന്ധ്യയുടെ പുത്രി ശാലകടങ്കട അവളെ കണ്ട് ആഗ്രഹമുള്ളവനായി തീർന്നു വിദ്യുത്കേശാഖ്യൻ. അങ്ങനെ അവളെ വിവാഹം കഴിച്ചു. തുടർന്ന് ഈ കഥ രക്ഷസുകളുടെ ഉത്പത്തിയെക്കുറിച്ചും അവരുടെ വളർച്ചയെക്കുറിച്ചുള്ള കഥ പറയുകയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഒരു നാഗലോകത്തേക്കുള്ള
ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയ കർമ്മമാലിന്യങ്ങളിൽ നിന്നും കർമ്മപാപങ്ങളിൽ നിന്നുമുള്ള മോചനം തന്നെയാണ് ശ്രീ മണ്ണാറശാല നാഗരാജ ക്ഷേത്ര ദർശന പുണ്യം ഭക്തർക്ക് നൽകുന്നതും. പ്രപഞ്ചത്തിൽ തന്നെ മനുഷ്യർ വസിക്കുന്ന ഭൂമി പോലെ തന്നെ നാഗങ്ങൾ മാത്രം വസിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ആകാശഗംഗയിൽ 7 ഗ്രഹങ്ങളും 18 ചന്ദ്രഗോളങ്ങളുമുള്ള ഒരു നക്ഷത്രമണ്ഡലമുണ്ട്. ഈ ഗ്രഹങ്ങളിലൊന്നാണ് സർപ്പലോകമെന്നറിയുന്നത്. പ്രിയ പത്നിമാരായ സർപ്പയക്ഷിയമ്മ, നാഗയക്ഷിയമ്മ, സഹോദരിമാരായ ശ്രീ നാഗചാമുണ്ഡി എന്നിവരോടൊപ്പം ആർത്തത്രാണപരായണനായി ത്രിമൂർത്തിഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. നാഗരാജാവിന് പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാൻ പരശുരാമൻ തൻ്റെ ശിഷ്യനായ ബ്രാഹ്മണശ്രേഷ്ഠനെയും കുടുംബത്തെയും ഏർപ്പെടുത്തി യാത്ര തുടരുന്നു. ആ ബ്രാഹ്മണ പരമ്പരയുടെ ഇല്ലമാണ് പ്രസിദ്ധമായ എരിങ്ങാടിപ്പള്ളി ഇല്ലം. യുഗങ്ങൾ കടന്നു പോകവേ ദ്വാപരയുഗ കാലഘട്ടത്തിലും ആ ബ്രാഹ്മണ പരമ്പര നാഗരാജാവിന് മുന്നിൽ പൂജാതി കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ദ്വാപരയുഗ കാലഘട്ടത്തിൽ ശ്രീ വാസുദേവൻ, ശ്രീദേവി എന്നീ ദമ്പതിമാരായിരുന്നു പൂജകൾ നടത്തിയിരുന്നത്. അവരുടെ കാലശേഷം ദേവനെ പൂവിട്ട് പൂജിക്കുവാനുള്ള പരമ്പരയില്ലാത്തതിനാൽ അവർ ദുഃഖിതരായിരുന്നു. ആ കാലത്ത് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഉപവനങ്ങൾ കാണ്ഡവവനമെന്നറിയപ്പെടുന്ന മഹാവനമായിരുന്നു. മഹാ ഔഷധങ്ങൾ നിറഞ്ഞ കാണ്ഡവവനം ഒരിക്കൽ രോഗശമനത്തിനായി അഗ്നിദേവന് ഭക്ഷിക്കേണ്ടി വന്നിരുന്നു. തക്ഷകന്റെ വാസസ്ഥലമായിരുന്ന കാണ്ഡവവനം അഗ്നിദേവൻ ഭക്ഷിക്കുമെന്നായപ്പോൾ തക്ഷകന്റെ സുഹൃത്തായ ഇന്ദ്രൻ മഴയായി വർഷിച്ച് തക്ഷകന് സഹായം വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ അഗ്നിദേവൻ ഭഗവാൻ കൃഷ്ണന്റെയും അർജുനന്റെയും സഹായത്തോടെ കാണ്ഡവദഹനം നടത്തുന്നു. അഗ്നി പടർന്ന കാണ്ഡവവനത്തിൽ നിന്നും ധാരാളം നാഗങ്ങൾ പ്രാണരക്ഷാർത്ഥം 4 പാടും ചിതറിയോടി. ചിതറിയോടിയ നാഗങ്ങൾക്ക് മണ്ണാറി തണുപ്പിച്ച് അഭയം നൽകിയ സ്ഥലമാണ് മണ്ണാറശാലയെന്നും ചരിത്രമുണ്ട്. അങ്ങനെ നാഗങ്ങൾക്കായി മണ്ണാറി തണുപ്പിച്ച സ്ഥലം മണ്ണാറശാല എന്ന പേരിലും അറിയപ്പെട്ടു തുടങ്ങി. വളരെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള മണ്ണാറശാലയിൽ ഭക്തജനങ്ങൾ നിരവധി നേർച്ചകളാണ് സമർപ്പിക്കുന്നത്. ലോഹങ്ങളിൽ തീർത്ത നാഗങ്ങളും പുറ്റും മുട്ടയും മറ്റു നാഗശില്പങ്ങളും ഭക്തർ തിരുനടയിൽ പ്രാർത്ഥനകളോടെ സമർപ്പിക്കുന്നു. സന്താനലബ്ധിക്കായി ഉരുളി കമഴ്ത്തുന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങിനായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തുന്നുവെന്നതാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത. ഉരുളി കമഴ്ത്തി 1 വർഷം കഴിഞ്ഞ് സന്താന സൗഭാഗ്യം നേടുന്ന ദമ്പതിമാർ ഉരുളി നിവർത്തൽ ചടങ്ങുകൂടി ചെയ്യുന്നു. നിരവധി ഭക്തജനങ്ങൾ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്താൽ അവർക്കു ജനിച്ച കുഞ്ഞുങ്ങളെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് വിവിധ നേർച്ചകൾ നടത്തുന്നു. അങ്ങനെ ഇവിടെ ഓരോ കുഞ്ഞും ഭഗവാന്റേതാകുമ്പോൾ സുഹൃതം ചെയ്ത ദമ്പതിമാർ ആനന്ദാതിരേകത്താൽ ഭഗവത് സന്നിധിയിൽ അലിഞ്ഞു ചേർന്ന് ഇനിയുള്ള ജന്മങ്ങളും ഭഗവാനിലേക്ക് തന്നെ സമർപ്പിച്ച് മോക്ഷം തേടുകയായി. ഭാർഗവനാകിയ രാമനെ പണ്ട് മാർഗവഴില്ലമ്മേ വധ ചെയ്ത്
മുനിയാകിയ രാമനെ പണ്ട് പ്രണവമൊരുവിട്ടു മണ്ണാറശാലയിൽ പ്രദക്ഷിണം ചെയ്തു വരും പ്രഭാതമേ. മഴമേഘങ്ങൾക്കപ്പുറത്തു നിന്ന് നാഗക്കാവിലേക്ക് ഇരുണ്ട നിഴലുകൾ വീണു തുടങ്ങി. പ്രദക്ഷിണം ചെയ്തു വരും വനത്തിനുള്ളിൽ നാഗങ്ങളെപ്പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന വള്ളികൾക്ക് ജീവൻ വച്ചതുപോലെ നിരനിരയായിരിക്കുന്ന 100,000 നാഗപ്രതിഷ്ഠകളുടെ കണ്ണുകളിൽ ഒരു നീലത്തിളക്കം. കാവിലെ ഓരോ കോണുകളിലും വിളക്കുകൾ തെളിഞ്ഞു. നാഗകുടുംബത്തിനു മുന്നിൽ ആധികളും വ്യാധികളും മാറ്റുവാനുള്ള പ്രാർത്ഥനകളുമായി ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി. 100,000 ജന്മങ്ങളിലൂടെ കടന്നുപോയ ഒരു ത്രിസന്ധ്യയുടെ ഓർമ്മകൾ പോലെ ആത്മാവ് ആനന്ദത്താൽ തുടിച്ചു. മണ്ണാറശാലയിലെ സർവചരാചരങ്ങളിലും നാഗചൈതന്യം നിറയുമ്പോൾ നമ്മുടെ ആത്മബോധങ്ങളിലേക്ക് മോക്ഷമന്ത്രങ്ങൾ നിറയുകയായി.